സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി കേട്ടോ. ഞെട്ടിപ്പോയി ഞാൻ. പറയുക ഫോർ മോണിറ്റൈസേഷൻ. എൻ്റെ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞു. ഹായ്, ഇതെൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ്. എനിക്ക് ഒരു 6-7 വർഷം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോഴും യൂട്യൂബ് ചാനലുണ്ട്. ഞാനത് സ്റ്റാർട്ട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7-8 വർഷം മുമ്പാട്ടോ. 7 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2016-17 ആ സമയത്ത്, 17 അതൊന്ന് കൃത്യമായിട്ട് ആ സമയത്താണ്. 2017 സമയത്ത് 2017 ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സത്യത്തിൽ യൂട്യൂബ് ചാനൽ അന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ 2017 സ്റ്റാർട്ട് ചെയ്യാനുള്ള 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, അതിന് മുമ്പ് വരെ ഒരു മാസം 1 GB വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ചിരുന്ന നമ്മളെല്ലാവരും ജിയോ വന്നപ്പോഴത്തേക്കും ഒരു GB ഒരു ദിവസം വെച്ചിട്ട് ഒരു മാസം 200 സംതിങ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടുന്നത് പോലെ അങ്ങനെ കിട്ടാൻ തുടങ്ങിയ ഒരു സമയമില്ലേ, അന്നാണ് യൂട്യൂബ് ഒരു വലിയ ബൂം ഉണ്ടാകുന്നത്. എല്ലാവരും വീഡിയോസ് ഇടുന്നു, വീഡിയോസ് കാണുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവരും നല്ലോണം വീഡിയോ കാണാൻ, യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ എന്നിട്ട് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. നമ്മൾ ആ നെറ്റ് അത്രയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർ അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ന്യൂസൊക്കെ ഇങ്ങനെ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ്, മൈ യൂട്യൂബ് ജേണി, മൈ യൂട്യൂബ് ഫസ്റ്റ് ഇൻകം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പം എനിക്കെന്നല്ല, നമുക്ക് കുറച്ചേറെ പേർക്ക് മനസ്സിലായി യൂട്യൂബിൽ നിന്ന് ക്യാഷൊക്കെ ഉണ്ടാക്കാം, കിട്ടും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അന്ന് BEd ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ഫസ്റ്റ് മോനായി ഒരു ഇതുമില്ലാതെ ഇങ്ങനെ തെണ്ടി നമ്മളിരിക്കുന്ന സമയമല്ല. അപ്പം ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചു നമ്മൾ യൂട്യൂബിൽ ഇന്ന് വീഡിയോ തുടങ്ങുമ്പോൾ പിറ്റേ ദിവസം കൊണ്ട് നമ്മുടെ വ്യൂവിനനുസരിച്ച് ക്യാഷ് കിട്ടും എന്നൊക്കെ ആയിരിക്കുന്നതൊക്കെ വിചാരിച്ച് അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി. ആ ചാനലിലാണ് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം അത് ഇൻസ്പിറേഷൻ പറഞ്ഞാൽ തന്നെ RSV മലയാളം അങ്ങനെ കുറേ പേരുണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചാനൽ, നമുക്ക് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ആയിരുന്നില്ല, ഫാമിലി ലൈഫ് സ്റ്റൈൽ പോലത്തെ നമുക്ക് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ കുക്കിങ്ങും കുറച്ച് DIY വീഡിയോസും ഒക്കെ ആയിരുന്നു അന്നിട്ടുണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം ഏട്ടൻ ഇവിടുന്ന് വർക്കിന് പോയപ്പം നമ്മുടെ ഇവിടെ ഒന്നും കൊക്കോക്കായ അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ കൊക്കോക്ക കിട്ടാൻ ഏറ്റവും ചാൻസ് കൂടുതൽ വെച്ചാൽ പത്തനംതിട്ട ആ ഭാഗത്ത്, നമുക്ക് ഏറ്റവും നിയറസ്റ്റ് പത്തനംതിട്ട ആ ഭാഗത്തോട്ട് പോകണം. അങ്ങനെയാണ് ഏട്ടൻ ശബരിമല ഒരു വർക്കിന് പോകുന്നത്. അവിടെ നിന്ന് 2-3 കൊക്കോ പഴം കൊണ്ടുപോകും കേട്ടോ. ഒരുപാട് നാളിന് ശേഷം കഴിക്കുന്നത്. ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഉണ്ട്, നമ്മൾ വന്നളായിരുന്നു, നമ്മുടെ വീടിനടുത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇല്ല കേട്ടോ. അപ്പം ഹരിപ്പാട് ഈ ഭാഗത്തൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഈ കൊക്കോ ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഫ്ലഷൊക്കെ തിന്നിട്ട് ഞാനൊരു യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടാണ്. ആ കൊക്കോയുടെ കുരു എടുത്തിട്ട് അത് ഡ്രൈ ആക്കി അത് പൊടിക്കുമ്പോഴാണ് നമുക്ക് കൊക്കോ പൗഡർ കിട്ടുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ആ സ്റ്റെപ്സൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിട്ട്, അന്ന് ഷോർട്സ് ഇല്ല, ലോങ് വീഡിയോസ് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ. അതിങ്ങനെ അപ്ലോഡ് ചെയ്തു. അതങ്ങോട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ആ വീഡിയോ ഒരു വർഷം കൊണ്ടാണ് 2 ലക്ഷം പേര് കണ്ടത്. അതൊരു 10-15 മിനിറ്റ് ലെങ്തുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ, മോണിറ്റൈസേഷൻ എപ്പോഴാകുമെന്നോ എന്താകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ക്രൈറ്റീരിയാസ് ഒക്കെ പഠിച്ചു തുടങ്ങി. 4000 വാച്ചവറും അങ്ങനെ ഓരോരുത്തരും സക്സസ് ആയ ഓരോരുത്തരും എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന കുറേ പേരുണ്ടല്ലോ. അങ്ങനെ റെഗുലറായിട്ട് ആ വീഡിയോസ് എല്ലാം കണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. അതായിരുന്നു നമ്മുടെ ഒരു ചിന്താഗതി, നമ്മുടെ ഒരു അറിവ്. അങ്ങനെ ആ വീഡിയോ ഈ 2 ലക്ഷം പേര് കണ്ടപ്പോൾ പിന്നെ ഒരു 6 മാസം കൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ഒരിക്കലും ഇതുപോലെ അതിനാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെന്നും AdSense നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ആ രീതിയിൽ ജസ്റ്റ് അതിൻ്റെ എലിജിബിലിറ്റീസ് എടുക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ എലിജിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഒരു ക്രൈറ്റീരിയസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയോ, 4000 വാച്ച് അവർ കഴിഞ്ഞൊരു 320 ദിവസം, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു സിസ്റ്റം. അതെങ്ങനെയാണല്ലോ സ്റ്റെപ്പ് ഞാനൊന്ന് ഇവിടെ ഒരു വീഡിയോയിൽ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. ഫോർ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു. ആ മെസ്സേജ് ഒരു 4-5-6 മാസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അയ്യോ, നല്ല എക്സൈറ്റ്മെന്റ്. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഇത്രയധികം എക്സൈറ്റഡ് ആയിട്ടില്ല. 10ാം ക്ലാസ്, ഡിഗ്രി, പ്ലസ് 2 എല്ലാം പഠിച്ചിട്ടും അതിനൊക്കെ റിസൾട്ട് വന്നിട്ടും ഇത്തരത്തിലൊരു എക്സൈറ്റ്മെന്റ് എൻ്റെ സത്യമായിട്ട് ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ നോക്കുമോ നാളെ തന്നെ ഞാൻ കോടീശ്വരിയാണ് എന്ന് വിചാരിച്ചേട്ടാ. കാരണം പൈസ കിട്ടും, മോണിറ്റൈസേഷൻ ഓണായില്ലേ. പക്ഷേ എൻ്റെ ഒരു പ്രധാന പ്രശ്നം, അപ്പോഴത്തേക്കും കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ആകെ 16 GB മെമ്മറിയാണ് ഉള്ളത്. കടത്താണ് വീഡിയോസ് എല്ലാം എടുത്തു വെക്കും. നമ്മൾ കുഞ്ഞിൽ ഉണ്ടായിട്ടൊരിപ്പം 18
അപ്പോൾ കൊറോണ വരുമ്പോൾ മോൻ 2.5-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ കുറേ മൊമെൻറ്റ്സ്, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ എടുത്തിട്ട് കഴിയുമ്പോൾ തന്നെ ആ ഫോണിൻ്റെ മെമ്മറി അങ്ങ് കംപ്ലീറ്റ് ആകും. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും മോണിറ്റൈസേഷൻ ആയെന്ന് അറിഞ്ഞതോടെ ഞാൻ ഇങ്ങനെ, അപ്പോഴത്തേക്ക് എനിക്കൊരു 3000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണങ്ങളാണെന്ന് കണ്ട കാലത്താണ് വീഡിയോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഈ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അന്നഗ്ന സത്യം മനസ്സിലായത്, നമ്മൾ അത്രയൊന്നും വല്ലപ്പോഴും അടങ്ങി ചങ്ങാതിക്കൊന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വീഡിയോ റീച്ചിൽ പോകത്തുമില്ല, നമുക്കതിനകത്ത് വാച്ച് അവറും കിട്ടത്തില്ല, മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇട്ടാൽ 15 വ്യൂ 16 വ്യൂ ഒക്കെ ആയിട്ട് സ്റ്റക്ക് ആവും. ഷോർട്സ് ഇല്ല, ലോങ് വീഡിയോസ് അല്ലേ. അപ്പം 15-16 വീഡിയോ 15-16 വ്യൂസ് എന്നൊക്കെ കാണിച്ചിട്ട് ഇതാവും. അപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോയുടെ എല്ലാം താഴെ ഇങ്ങനെ ഡോളറിൻ്റെ എംബ്ലം വന്ന് കിടക്കുക. ബാക്കി നമുക്ക് ലൈക്ക് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ അത്രയും മാത്രമല്ലേ കാണിക്കത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഡോളറിൻ്റെ ഒരു ചിഹ്നം. ഓ മൈ ഗോഡ്! അങ്ങനെ ഞാൻ ഓരോ വീഡിയോസിലെന്ന് പറയും ഇങ്ങനെ $0.00001, $0.0005. എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഒരു കാര്യം നടക്കത്തില്ല. നമുക്ക് എന്തായാലും മുക്കി മൂളെ ഞെങ്ങി ഞെരിഞ്ഞാനിട്ട വീഡിയോസ് എല്ലാം ചേർന്ന് $5. ഞാൻ കാത്തിരിക്കുക, എന്നെ യൂട്യൂബ് വിളിക്കും $5 തരാമെന്ന്. ഞാൻ കണക്കൂട്ടി 75 രൂപ കണ്ട് അന്ന് $75 × 5 കണക്കൂട്ടി കഴിക്കുക, 300 രൂപ ആയിട്ടുണ്ട്. എവിടെ കിട്ടാൻ? അപ്പോഴാണ് അടുത്ത സ്റ്റെപ്പിനെ പറ്റിയിട്ടുള്ള ബോധം ഏതോ ഒരു വീഡിയോ ഒന്ന് കിട്ടുന്നത്. അതായത് $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു പിൻ വരത്തുള്ളൂ, പിൻ നമ്പർ വരത്തുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ, ബാങ്കിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ആ ബാങ്കിലോട്ട് നമുക്ക് ക്യാഷ് വരും. $100 ആവണം. അങ്ങനെ 16 GB മാത്രം മെമ്മറിയുള്ള ഞാൻ ഫോണിൽ മറ്റ് വേറെ വീഡിയോസ് എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. ബാക്കി ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. ഡിലീറ്റ് നമുക്ക് അങ്ങോട്ടും എവിടെയെങ്കിലും മാറ്റി വെക്കാമെന്ന് ചോദിച്ചാൽ ലാപ്ടോപ്പും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് അതും പറ്റിയില്ല. അങ്ങനെ ലാപ്ടോപ്പിലോട്ട് മാറ്റിയിട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒന്നും ചെയ്തില്ല. അതായത് 5-6-7 മാസത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. കാരണം എൻ്റെ ഏത് വീഡിയോ ഇട്ടാലും ഇത്രയും വ്യൂസേ വരുന്നുള്ളൂ, 5-6. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ലൈഫിൽ ഞാൻ ചെയ്ത മണ്ടത്തരം. അങ്ങനെ പാടില്ലായിരുന്നു. 5 വ്യൂ ആയിക്കോട്ടെ, 6 വ്യൂ ആയിക്കോട്ടെ, 0 വ്യൂ ആയിക്കോട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അന്ന് അങ്ങനെ എഫേർട്ട് ഇട്ടവരാണ് ഇന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഈ കുടം കമ്മിറ്റി വെച്ച് വെള്ളം ഒഴിക്കുമെന്ന് പറയത്തില്ലേ, അതുപോലൊരു ഫീൽ നമുക്ക് തോന്നും. കാരണം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, ആരും കാണുന്നില്ല, ആൾക്കാർ കളിയാക്കും. എന്നാലും എന്നോട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് അതിനൊക്കെ പറയുന്നതാണ്, ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കും, ആരും കാണത്തില്ലേ വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പം അതായത് ഞാൻ അത്രയെങ്കിലും ഇടുന്നുണ്ടായിരുന്നല്ലോ, ബാക്കി അത്രയല്ലായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നു. നല്ലോണം വീഡിയോ ഇടണമായിരുന്നു. ഇൻ കേസ് എത്ര നമുക്ക് വ്യൂ കുറവാണെങ്കിൽ നമ്മൾ ആ വീഡിയോ എല്ലാം എന്തിനാണ് ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം നമുക്കൊരു ക്ഷമയോടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സക്സസ് ആവാതെയും ഇരിക്കാം. നല്ലോണം എഫോർട്ട് ഇടുന്നവർ സക്സസ് ആവാതെ ഇരിക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പം അങ്ങനെ എന്തായാലും നമുക്കൊരു വേറെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ല. ഒരു വഴിയില്ലാത്തപ്പോൾ കളിക്കുന്നൊരു കളി അങ്ങനല്ല. ഇല്ല, ഒരു മാർഗ്ഗവും ഇല്ലാത്തപ്പോൾ കളിക്കുന്ന കളിയാണ് മാർഗ്ഗംകളി എന്ന് പറയുന്നതല്ലേ. നമുക്ക് ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് മറ്റൊന്നുമില്ലല്ലോ, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്തൂടെ? അങ്ങനത്തെ കാരണം. അങ്ങനെ ഫോണൊക്കെ അപ്ഡേറ്റ് ആക്കി വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം പോയത് എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം റെഡിയാക്കി. എൻ്റെ വിചാരം എന്തുവാ, അപ്പോൾ ആ 16 GB മെമ്മറിയുള്ള ഫോൺ മാറി ഒരു 64 GB മെമ്മറിയുള്ളൊരു ഫോൺ വാങ്ങിച്ചു. ഇപ്പോഴല്ല 22-ലെ കാര്യമാണ് പറയുന്നത്. 22-ൽ ആയപ്പോഴത്തേക്കും യൂട്യൂബ് സ്റ്റുഡിയോയും എല്ലാം എടുത്ത് AdSense അക്കൗണ്ടും എല്ലാം ആഡ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ എന്നോട് അവർ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോളിസി എന്താ പറയുക, എനേബിൾ അല്ല. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ല, എനേബിൾ അല്ല എന്ന്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന റീസൺ ചോദിച്ചു. നമ്മളെല്ലാം ചിന്തിക്കില്ല, വാട്ട് ഈസ് ദ റീസൺ? See, the problem is not the problem. The problem is your attitude towards the problem. എന്ന് ചോദിക്കുന്നാലും ഞാനും ചോദിച്ചു, വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ റീസൺ അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 6 മാസം മോണിറ്റൈസേഷൻ ആയ ശേഷം 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. കാരണം ആ ഒരു വർഷത്തിനുള്ളിൽ 325 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ആ ക്രൈറ്റീരിയ നമുക്ക് ആവത്തില്ല 6 മാസം വീഡിയോ ഇട്ടായിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ അത് കിട്ടിയില്ല. എൻ്റെ മോണിറ്റൈസേഷൻ പോയി കഴിഞ്ഞു. ആ മോണിറ്റൈസേഷൻ പോളിസി കട്ടായി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 3000 സംതിങ് അപ്പോൾ 2000 അതിൻ്റെ വിഷമം ഞാൻ ഒരു വർഷം വിഷമിച്ചിരുന്നു. 2022 തൊട്ട് 2023 വരെ ഞാൻ വിഷമിച്ചിരുന്നു. 23 തൊട്ട് ഷോർട്സ് നല്ലോണം കത്തിക്കയറാൻ തുടങ്ങി. അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് വീണ്ടും
അങ്ങനെ വന്നു. അപ്പോൾ ആ ആവശ്യം മൊത്തം ഞാൻ വീണ്ടും ഷോർട്ട്സ് ചെയ്യാൻ തുടങ്ങി, ലഞ്ച് ബോക്സ്. അങ്ങനെ അത്യാവശ്യം വ്യൂ വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ വ്യൂസൊക്കെ ഇങ്ങനെ ഫ്രീസ് ആവുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അതിങ്ങനെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് ആ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യൂട്യൂബ് എന്താ നമ്മളെല്ലാം ആരോ ഏതോ ഒരു വീഡിയോയിൽ ആരോ എവിടെയോ പറഞ്ഞതാണ്, അതായത് അമ്മാത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്തൊട്ടെത്തിയില്ല കുട്ടി എന്ന് പറയുന്ന പോലെ എല്ലാവരും തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, മോണിറ്റൈസേഷൻ ആയെന്ന് ചോദിച്ചാൽ ആവുകയും ചെയ്തു, എന്നാൽ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല. ഈ ഒരു അവസ്ഥയാണ് ആ ചാനലിൻ്റെ. അപ്പം ഞാനൊരു കാര്യം ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ വേറൊരു ചാനൽ തുടങ്ങി നോക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിക്കോ. കാരണം നമ്മൾ ഒരു പിന്നെ മാർഗ്ഗംകളിയുടെ കാര്യം പറഞ്ഞതാണ്, ദിസ് ഈസ് ദ മാർഗ്ഗംകളി. അപ്പം വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കുറച്ച് പെയിൻഫുൾ മൊമെൻറ്റ്സൊക്കെ വീണ്ടും ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഇടാമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. പിന്നെ യൂട്യൂബിനെ പറ്റിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഷോർട്സ് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ലോങ് വീഡിയോനൊപ്പം ഇടണമെന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആ ചാനലിൽ ഞാൻ വീഡിയോ എന്തായാലും ഇടും, ഇതിനകത്തും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം, ബൈ. ഹായ്, ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാണ്. ഹായ്, ഹലോ, ഹായ്. ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാണ്, യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ